മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ക്ലാസ്സിലെത്താൻ വൈകിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെമ്മോ. കൊല്ലം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 8 പോലീസുകാർക്കാണ് മെമ്മോ ലഭിച്ചത്. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, ഇതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. മാനസിക സമ്മർദ്ദം മൂലമാകാം ഒരുപക്ഷെ അവരുടെ ജോലി തിരക്കൊക്കെ കൊണ്ടാകാം അവർ ഇതിൽ എത്താൻ വൈകിയത്. അപ്പോൾ അവർക്ക് മെമ്മോ നൽകിക്കൊണ്ട് എന്ത് സന്ദേശമാണിത്? അരുൺരാജ്, വിവരങ്ങൾ എന്താണ്? അനുജ, സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ അത് അനുദിനം വർദ്ധിച്ച സാഹചര്യത്തിലാണ്, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രത്യേക ക്ലാസ്, ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുക, പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാനസികമായ ആത്മബലം നൽകുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ ലക്ഷ്യം വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സമാനപരമായ ഒരു ഓൺലൈൻ ക്ലാസ് ആസൂത്രണം ചെയ്തത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെയാണ് ഈ ക്ലാസ്സിന് നിർദ്ദേശം നൽകിയതും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സിന് രാവിലെ 7 മണിക്ക് എത്തണമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം. പക്ഷേ ഈ ജോലിയുടെ അമിതഭാരം, പ്രത്യേകിച്ച് രാത്രി ഡ്യൂട്ടി അടക്കം എടുത്തുപോയ ഉദ്യോഗസ്ഥരുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ജോലിയിൽ ഹാജരാകേണ്ടവരുണ്ട്, അവരെല്ലാം തന്നെ ഈ ക്ലാസ്സിലെത്താൻ അല്പം വൈകി. ഇത് ചൂണ്ടിക്കാട്ടിയാണ് 8ഓളം ഉദ്യോഗസ്ഥരാണ്, SI അടക്കമുള്ള 8ഓളം ഉദ്യോഗസ്ഥരാണ് 7 മണിയുടെ ക്ലാസ്സിന് 7:10-നും 7:30-ക്കും ഒക്കെയായി ജോയിൻ ചെയ്തത്. അത് ഓൺലൈനായിട്ടാണ് ഈ ക്ലാസ്. ആ ക്ലാസ്സിൽ താമസിച്ചു, 7 മണി കഴിഞ്ഞ് ജോയിൻ ചെയ്തു എന്ന ഒറ്റ കാരണത്താലാണ് 8 ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസിന് ഇപ്പോൾ SHO നൽകിയിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 7 മണിയുടെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് എന്ന ചോദ്യമാണ് SHOയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മാനസിക ലഘൂകരണത്തിന് വേണ്ടി നിശ്ചയിച്ച ക്ലാസ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് തന്നെ മാനസിക സമ്മർദ്ദം ഇരട്ടിയാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 100-ലധികം വരുന്ന ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ SI ബാച്ചിലടക്കം 27 ഉദ്യോഗസ്ഥർ ജോലി ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും പുതിയ തീരുമാനം സേനയിലെ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം ഇരട്ടിയാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്.